ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ജീവിതത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇപ്പോൾ ജീവൻ, ജീവിതം ഇതൊക്കെ ഒരേപോലെയാണ് ആയിരിക്കും. ജീവൻ എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ഇന്ന് വരെ ഭൂമിയിൽ ആർക്കും വ്യക്തമായി ഒരു ക്ലാരിറ്റി പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് ഡോക്ടർമാർക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മളെ വിരലിൽ നിന്നാണോ അതോ കാലിൽ നിന്ന് എവിടെ നിന്ന് തുടങ്ങുന്നത്, ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചു വരാൻ വല്ല പദ്ധതിയുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി ഇതുവരെ ആർക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്നത് ഇത് വളരെ അമൂല്യമാണ്, വളരെ ഒരു നിധിയാണ്. അപ്പോൾ നമുക്കിത് ഉള്ള സ്ഥിതിക്ക്, ലൈഫ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ലൈഫ് വളരെ എൻജോയ് ചെയ്തുകൊണ്ട്, സമാധാനത്തോടു കൂടെ, ആശ്വസിച്ചുകൊണ്ട്, ആശ്വാസത്തോടു കൂടെ എല്ലാവരോടും നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട്, ആർക്കും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കാതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമാവണം എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് ജോയ്ഫുൾ ആക്കാൻ നമ്മൾ വേണ്ടത് നമുക്കൊരു എന്താ പറയുക, പീസ്ഫുൾനെസ്, അതുപോലെ ക്ഷമ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ക്ഷമ അതിൻ്റെ ഭാഗമാണ്, പീസ്ഫുൾനെസ് ഭാഗമാണ്. പിന്നെ സാറ്റിസ്ഫാക്ഷൻ, നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുന്നത് അതിൻ്റെ ഭാഗമാണ്. നല്ല കൂട്ടുകാരുണ്ടാകുന്നത് നല്ലതാണ്. വായന, അതോടൊപ്പം തന്നെ അറിവ്, യാത്ര, ഇതെല്ലാം നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ആളുകൾ, നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കുകയും പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നിരന്തരം നമ്മൾ സംവദിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു ഡോപ്പമിൻ എനർജി വർക്ക് ചെയ്യും. നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ തോത്, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, അതുപോലെ തന്നെ ഡോപ്പമിൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷം, ഐശ്വര്യം, അഭിവൃദ്ധി, സമാധാനം, ഇങ്ങനെയൊക്കെയുള്ള ഹോർമോണുകൾ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ലൈഫ് അങ്ങനെ ആ രീതിയിൽ എൻജോയ് ചെയ്യാൻ പാടും. മറ്റേ നമ്മൾ നിലവിൽ നമ്മൾ കാണുമ്പോൾ ആളുകൾ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ട്, തെറി പറഞ്ഞുകൊണ്ട്, അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ എഴുതിയും കൊണ്ട്, രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈരാഗ്യം കൊണ്ട്, ഇങ്ങനെ ഇടുങ്ങിയ ചിന്തകളാണ്. അപ്പോൾ നമ്മൾ തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാണ്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇടുങ്ങിയ മനോഭാവത്തിൽ നിന്നും അന്തർദേശീയ രൂപത്തിലേക്ക് ചിന്തിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമായി കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ ചിന്തിക്കുന്ന പോലെ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ ചിന്തിക്കുന്ന പോലെ, പിന്നെ ഒരുപാട് സാഹിത്യകാരന്മാർ, ഒർഹാൻ പാമുക്ക്, അതോടൊപ്പം തന്നെ പൗലോ കൊയ്ലോ, നമ്മുടെ MT വാസുദേവൻ നായർ, വൈക്കം മുഹമ്മദ് ബഷീർ, അതോടൊപ്പം തന്നെ സുരാസു, പിന്നെ അങ്ങനെ അനവധി ആൾക്കാരുണ്ട്, M മുകുന്ദൻ തുടങ്ങിയ ആളുകൾ, കമലാദാസ്, ഇവരൊക്കെ ചിന്തിച്ച പോലെ അവർ വളരെ പോസിറ്റീവ് എനർജിയാണ്. അവർ കാണുന്നതിന് നമുക്ക് സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈഫ് അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള, പ്രോഗ്രസീവായിട്ടുള്ള ആളുകളുമായി ഇടപഴകുകയും അത്തരം വായനകൾ ഉണ്ടാവുകയും നല്ല ആളുകളുമായി സംവദിക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെന്നില്ലാത്ത അഭിവൃദ്ധി, സന്തോഷം, സമാധാനം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചെയ്യും. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുമായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകൾ, അതായത് അവരെപ്പോഴും പിന്തിരിപ്പൻ ചിന്തകളായിരിക്കും പറയാം, അസൂയയെക്കുറിച്ച് ഭ്രാന്തമായ കാര്യങ്ങളായിരിക്കും, അത്തരം ആളുകളെ ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അത്തരം സമാനമായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപഴകാൻ നോക്കുക. അത്തരം ആളുകളെ കേൾക്കാൻ ശ്രമിക്കുക. അത്തരം ആളുകളുടെ, ഇപ്പോൾ കാർൽ മാർക്സ്, കാർൽ മാർക്സൊക്കെ ഇത് ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വായിക്കുകയും എഴുതുകയും, ജലാലുദ്ദീൻ റൂമിയെക്കുറിച്ച്, ഓഷോ രജനീഷിനെക്കുറിച്ച്, സദ്ഗുരു ജഗ്ഗി വാസുദേവസിനെ കുറിച്ച്, അപ്പോൾ ഇങ്ങനെയുള്ള വായനകൾ ഇവരൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ ഒരു ആഗോള അടിസ്ഥാനത്തിലുള്ള ചിന്ത വരും. നമ്മുടെ ബ്രെയിൻ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഗ്രോത്ത് വരും. അപ്പോൾ അങ്ങനെ ഭ്രാന്തമായ അവസ്ഥയിൽ നിന്നും അന്തർദേശീയ രൂപത്തിലേക്ക്, മാനുഷികമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് ഉയരുമ്പോൾ നമ്മളിൽ അത്ഭുതകരമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോണുകളെല്ലാം നമ്മളിൽ പ്രവർത്തിക്കും. അപ്പോൾ നമുക്ക് ലൈഫ് വളരെ ജോയ്ഫുള്ളായിരിക്കും, എല്ലാവരും ഇഷ്ടപ്പെടാൻ കഴിയും, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ ലൈഫ് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, വളരെ ക്ഷമയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നല്ല കമൻറ്റുകളൊക്കെ എഴുതുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഫേസ്ബുക്കിൽ നല്ലൊരു ഗ്രോത്ത് കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വളരെ ക്ഷമയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.